പൂപ്പള്ളി ഇറങ്ങി ബോട്ടിയെട്ടിയിലേക്ക് എത്തി. അവിടെ നിന്നത് ഒന്ന് ഞങ്ങളുടെ മച്ചാനണൻ നാസർക്ക. ഇതാണ് ജയമറിവിന്റെ വരവ് കൊണ്ട് തല്ലാനെന്ന് തോന്നുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം നാടകം കളിക്കാൻ പോയത് നാടകത്തിലെ ഡയലോഗ് പോലെ തന്നെ ഇതൊരു മഹാസംഭവമാണല്ലോ സാറേ ഈ നാടകം എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. കാരണം കുട്ടനാട്ടിലെ കൈനങ്കരി എന്ന സ്ഥലത്തായിരുന്നു നാടകം. ഈ ബോട്ടിലാണ് ഞങ്ങൾ പോയത്. ആ തൂങ്ങി അകത്തേക്കിറങ്ങുന്ന മനുഷ്യൻ സുന്ദർരാജ് എന്ന കഥാപാത്രത്തെയാണ് ചെയ്യുന്നത്. നാസർക്കയാണ് കായംകുളം. കണ്ട നാസർക്ക അകത്ത് കയറി അങ്ങനെ സുഖിച്ച് കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. ബസ്സിൽ നിന്നും ഞങ്ങൾ നാടകത്തിന്റെ സെറ്റ് കംപ്ലീറ്റ് ബോട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഷിഫ്റ്റിംഗ് പരിപാടിയാണ് നടക്കുന്നത്. ഗോവൻ ചേട്ടൻ, അതുപോലെ തന്നെ ജയകുമാർ, ഷിബു, ഉദയൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. കണ്ടോ ബോട്ടുകളൊക്കെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് വയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ വിചിത്രവും രസകരവുമായ ഒരു കാഴ്ച തന്നെയായിരുന്നു കൈനങ്കരിക്കുള്ള യാത്ര. കാരണം ബസ്സിൽ നിന്ന് എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ നാടകത്തിൻ്റെ സെറ്റ് കംപ്ലീറ്റ് ബോട്ടിലേക്ക്, കണ്ട ബോട്ടിൻ്റെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം നാടകത്തിൻ്റെ സെറ്റ് മൊത്തം. അങ്ങനെ ഞങ്ങൾ ഈ ബോട്ട് കരയ്ക്കിങ്ങനെ അടുപ്പിച്ച് നിർത്തി ലോഡ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരുപാട് വലിയ വലിയ ബോട്ടുകൾ പോകുന്നുണ്ട്. കണ്ട ഒരു ഡബിൾ ഡക്കറാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ രസകരമായ, കണ്ട നിങ്ങൾക്ക് ആ സീനറി കാണാൻ പറ്റും. എന്ത് രസമാണെന്നറിയാം. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു, പറയാതെ വയ്യ. അങ്ങനെ ബോട്ടിൽ കയറി യാത്ര തുടങ്ങാനൊക്കെയുള്ള പരിപാടിയിലാണ്. ഷിബു ഭയങ്കര ഹാപ്പിയാണ്. കാരണം നാടകം കളിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ ഇതുപോലൊരു നാടകം കളിക്കാൻ പോകുന്നത് ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ബോട്ട് നീങ്ങി. ഈ സൈഡിലെല്ലാം വളരെ അടിപൊളി രസകരമായ ബോട്ടുകൾ കണ്ട്, അതിൻ്റെ കളറും ഒക്കെ കണ്ട് അടിപൊളി ബോട്ടുകളാണ് കിടക്കുന്നത്. വീണ്ടും ഒരു ചെറിയ ഡബിൾ ഡക്കർ. ബോട്ട് നല്ല സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ ഞാൻ ഇങ്ങനെ രസിച്ചിങ്ങനെ നിൽക്കുകയാണ് കാഴ്ചകൾ കണ്ട്. ഇതാണ് തോപ്പിൽ പ്രദീപ്, ഞങ്ങളുടെ സ്വന്തം പ്രദീപേട്ടൻ. പ്രദീപേട്ടൻ ആരാണ്ടോട് ഫോണിലെ വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ഇത് ശശിചേട്ടനാണ് ഞങ്ങളെ സൗണ്ട് ചെയ്യുന്നത്. ഇത് രഞ്ജിത്ത്, ഞങ്ങളുടെ സാരഥി. വികൃതിയാണ് അവൻ, പൂണ്ട് വിളയാടുകയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അതിൻ്റെ ഇടയിലൂടെ അവൻ കിടന്ന് കുന്തളിക്കുകയാണ്. രഞ്ജിത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നാടകത്തിൻ്റെ എല്ലാ ഡയലോഗുകളും രഞ്ജിത്തിന് ബൈഹാർട്ടാണ്. ഞങ്ങളൊക്കെ അവനോട് ചോദിച്ചിട്ടാണ് ചില സമയത്ത് മറന്നു പോകുന്ന ഡയലോഗുകളൊക്കെ ഓർത്തെടുക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്വന്തം ശശിചേട്ടൻ. അവൻ നാടകത്തിന് ഡയലോഗ് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് ഞാൻ ഈ മൊബൈൽ ഓൺ ചെയ്ത് വീഡിയോ എടുത്തത്. പെട്ടെന്ന് പുള്ളി അങ്ങ് ഇതായി. കണ്ട അവൻ്റെ മുടി ഉഴപ്പുമെന്നാണ് പറയുന്നത്. ഒരുപാട് മുടിയുള്ളത് കൊണ്ട് ഈ കാറ്റടിച്ച് മുടി ഇവിടെയുള്ളവരുടെ ഒരു ജീവിതം ശരിക്കും എന്താ പറയുക, നമ്മളെപ്പോലെ ഒക്കെ ഉള്ളവർക്ക് പറ്റുമെന്നറിയില്ല. പക്ഷെ ഇവരെ സമ്മതിക്കണം കേട്ടോ. 4 വർഷം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. അവിടുത്തെ ഒരു SNDP UP സ്കൂൾ ഗ്രൗണ്ടിലാണ്. കണ്ട ഇതാണ് നാടകത്തിൻ്റെ സ്റ്റേജ് കെട്ടിയിരിക്കുന്നത്. ഇതാണ് ഞാൻ മുമ്പേ പറഞ്ഞ നാസർക്ക. നാസർക്ക ഇങ്ങനെ പരതുകയാണ് എവിടെയൊന്ന് സേഫായിട്ട്
ചേക്കേറി ഉറങ്ങാം എന്നുള്ളതാണ് അദ്ദേഹം സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേനങ്കരി ഇതാണ് ആ സ്കൂളിൻ്റെ കവാടമാണ്. അതിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കിയാലും ബോട്ട് പോകാനുള്ള റോഡ് പോലെ വെള്ളത്തിൻ്റെ വഴികളാണ്. നാടകം വിജയകരമായിരുന്നു. അതിനുശേഷം ഞങ്ങളെ പിക്ക് ചെയ്യാൻ ഞങ്ങളെ ഒരു ഫ്രണ്ട്, അതായത് ദീപു, സെൻട്രൽ ക്യാരക്ടറാണ് അവനും ചെയ്യുന്നത്. ഇത് ഞങ്ങളുടെ മനോജണൻ സെൻട്രൽ ക്യാരക്ടറാണ്. എല്ലാവർക്കും പ്രാധാന്യമുള്ള വേഷങ്ങൾ തന്നെയാണ് ഭഗവതി എന്ന ഈ നാടകത്തിൽ. പക്ഷേ ഈ തിരിച്ചുള്ള ഒരു വരവ് വളരെ റിസ്കി ആയിരുന്നു. ഇടയ്ക്ക് കാലിൽ വഴി തെറ്റിപ്പോയി. ബോട്ടുമായിട്ട് അവിടെ കുറേ നേരം കറങ്ങേണ്ടി വന്നു. ദീപുവിൻ്റെ ഒരു ഫ്രണ്ട്, ഫാമിലി ഫ്രണ്ടാണ്, അവനാണ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ ബോട്ടുമായിട്ട് വന്നത്. കാരണം തിരിച്ചു പോരേണ്ടതായിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ എന്തായാലും ഒരു നെഞ്ചിടിപ്പോടുകൂടി കരയിലേക്ക് വന്നു ചേർന്നു. ദൈവത്തിന് ഇങ്ങനെ വള്ളത്തെ പോകുന്നതും ഈ വീഡിയോ ഇങ്ങനെ സുഭാഷ് ക്യാമറമാൻ വീഡിയോ പിടിക്കുന്നതും ഇതൊരു വളരെ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്. ഇതൊരു മഹാസംഭവം തന്നെയാണ്.